നമസ്കാരം, എല്ലാവർക്കും HSA സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് HSA സോഷ്യൽ സയൻസ് സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കായ ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒറിജിൻ ഓഫ് ഹിസ്റ്ററി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുക. സെക്കൻഡ് പാർട്ടിൽ ഡെഫിനിഷൻസ്. The word history originated from the Greek word historia. ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന പദമുണ്ടായിരിക്കുന്നത്. ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം ഇൻക്വയറി എന്നാണ്. അതേസമയം ലാറ്റിൻ ഭാഷയിലും ഹിസ്റ്റോറിയ എന്നൊരു വേർഡുണ്ട്. അതിൻ്റെ അർത്ഥം നരേറ്റീവ് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ്, ഭൂതകാലത്തെക്കുറിച്ചുള്ള വിവരണം എന്നാണ്. ഹിസ്റ്ററിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ്. അദ്ദേഹം ഒരു ആൻഷ്യൻ ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഹിസ്റ്ററീസ് ഓഫ് ഗ്രീക്കോ പേർഷ്യൻ വാർ. ഹെറോഡോട്ടസിനെ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സിസറോ ആണ്. ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് വില്യം സ്റ്റെബ്സ് ആണ്. വില്യം സ്റ്റെബ്സ് ആണ് ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. അതേസമയം ഫാദർ ഓഫ് സയൻറ്റിഫിക് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് റാങ്ക് ആണ്. ലിയോപോൾഡ് വോൺ റാങ്ക്. അദ്ദേഹമാണ് ഫാദർ ഓഫ് സയൻറ്റിഫിക് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. സോ നമ്മൾ ഈ സ്ലൈഡിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഹിസ്റ്ററി എന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ഹിസ്റ്റോറിയ എന്ന പദത്തിൽ നിന്നാണ്. ഹിസ്റ്റോറിയ എന്ന പദത്തിൻ്റെ അർത്ഥം ഇൻക്വയറി, അന്വേഷണം എന്നാണ്. ഹിസ്റ്ററിയുടെ പിതാവ് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ്. അദ്ദേഹം ഒരു ആൻഷ്യൻ ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഹിസ്റ്ററീസ് ഓഫ് ഗ്രീക്കോ പേർഷ്യൻ വാർ എന്ന് പറയുന്നത്. ഹെറോഡോട്ടസിനെ ഹിസ്റ്ററിയുടെ പിതാവ്, ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സിസറോ ആണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ബിഷപ്പ് വില്യം സ്റ്റെബ്സ് ആണ്. ഫാദർ ഓഫ് സയൻറ്റിഫിക് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ലിയോപോൾഡ് വോൺ റാങ്ക് ആണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ചില പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് EH കാർ പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ്. വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമാണ് ചരിത്രം. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡെഫിനിഷൻ കൂടിയാണ് ഇത്. ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ്. വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമാണ് ചരിത്രം. ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററി മേക്സ് മെൻ വൈസ്. മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം. മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഇതാണ് ചരിത്രം, അല്ലെങ്കിൽ മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ഫ്രാൻസിസ് ബേക്കൺ. തോമസ് കാട്ട്ലെയർ പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ബയോഗ്രഫി ഓഫ് ഗ്രേറ്റ് മെൻ. മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രം. ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ബയോഗ്രഫി ഓഫ് ഗ്രേറ്റ് മെൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തോമസ് കാട്ട്ലെയർ. മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രം. വോൾട്ടേറിൻ്റെ അഭിപ്രായത്തിൽ ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് എ പാക്ക് ഓഫ് ട്രിക്സ് വി പ്ലേ ഓൺ ദ ഡെഡ്. ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് എ പാക്ക് ഓഫ് ട്രിക്സ് വി പ്ലേ ഓൺ ദ ഡെഡ്. മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് വോൾട്ടേറാണ്. ജോൺ സീലി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹിസ്റ്ററി ഈസ് ദ പാസ്റ്റ് പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഈസ് ദ പ്രസൻറ്റ് ഹിസ്റ്ററി. ഹിസ്റ്ററി ഈസ് ദ പാസ്റ്റ് പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഈസ് ദ പ്രസൻറ്റ് ഹിസ്റ്ററി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നവരാണ് ജോൺ സീലി. ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ്. പ്രൊഫസർ മെയ്റ്റ്ലാൻഡ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹിസ്റ്ററി ഈസ് വാട്ട് men have done and said above all what they have thought. History is what men have done and said above all what they have thought. മനുഷ്യൻ എന്തു ചെയ്തു, എന്തു പറഞ്ഞു, എന്തു ചിന്തിച്ചു, അതാണ് ചരിത്രം. പ്രൊഫസർ മെയ്റ്റ്ലാൻഡ്. അടുത്ത ചരിത്രകാരൻ
ലിയോപോൾഡ് വോൺ റാങ്ക് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ദ ടാസ്ക് ഓഫ് ഹിസ്റ്റോറിയൻ വാസ് ടു ഡിസ്ക്രൈബ് ദ പാസ്റ്റ് ആസ് ഇറ്റ് ആക്ച്വലി വാസ്. ദ ടാസ്ക് ഓഫ് ഹിസ്റ്റോറിയൻ വാസ് ടു ഡിസ്ക്രൈബ് ദ പാസ്റ്റ് ആസ് ഇറ്റ് ആക്ച്വലി വാസ്. ചരിത്രകാരന്മാരുടെ കടമ ഭൂതകാലത്തെ യഥാർത്ഥത്തിൽ വിവരിക്കുക എന്നതായിരുന്നു. ചരിത്രകാരന്മാരുടെ കടമ ഭൂതകാലത്തെ യഥാർത്ഥത്തിൽ വിവരിക്കുക എന്നതായിരുന്നു. ഹെഗൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. ചരിത്രം ആവർത്തിക്കുന്നു എന്നതാണ്. ഹെഗലിൻ്റെ അഭിപ്രായത്തിൽ ചരിത്രം ആവർത്തിക്കുന്നു. ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. ലോർഡ് ആക്ടോൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹിസ്റ്ററി ഈസ് ദ അൺഫോൾഡിംഗ് സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഫ്രീഡം. ഹിസ്റ്ററി ഈസ് ദ അൺഫോൾഡിംഗ് സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഫ്രീഡം. മനുഷ്യ സ്വാതന്ത്ര്യത്തെ തുറന്നു കാണിക്കുന്ന കഥയാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ലോർഡ് ആക്ടോൺ. നെപ്പോളിയൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹിസ്റ്ററി ഇറ്റ് സെൽഫ് ഇസ് ഫിലോസഫി, ദ ഓൺലി ട്രൂ ഫിലോസഫി. ചരിത്രം തന്നെ തത്വചിന്തയാണ്, യഥാർത്ഥ തത്വചിന്ത. വിൽ ഡ്യൂറൻറ്റ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹിസ്റ്ററി ഈസ് എ നരേറ്റീവ് ഓഫ് വാട്ട് സിവിലൈസ്ഡ് മെൻ ഹാവ് തോട്ട് ഓർ ഡൺ ഇൻ പാസ്റ്റ് ടൈം. വിൽ ഡ്യൂറൻറ്റ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹിസ്റ്ററി ഈസ് എ നരേറ്റീവ് ഓഫ് വാട്ട് സിവിലൈസ്ഡ് മെൻ ഹാവ് തോട്ട് ഓർ ഡൺ ഇൻ പാസ്റ്റ് ടൈം. കഴിഞ്ഞ കാലത്തിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. പ്രൊഫസർ റെനിയർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹിസ്റ്ററി ഈസ് എ മെമ്മറി ഓഫ് സൊസൈറ്റീസ്. ഹിസ്റ്ററി ഈസ് എ മെമ്മറീസ് ഓഫ് സൊസൈറ്റീസ്. സമുദായങ്ങളുടെ സ്മരണയാണ് ചരിത്രമെന്നാണ്. ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡെഫിനിഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ടോപ്പിക്കുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. So, thank you.